പുലർച്ചെ 1 മണിയോടെ തൊടുപുഴ പെരുമ്പിളിച്ചിറയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് റയീസിന്റെ കാറിൽ നിന്നും MDMA കണ്ടെത്തിയത്. കൊച്ചിയിൽ നിന്നും കൈപ്പറ്റിയ MDMA തൊടുപുഴയിൽ എത്തിച്ച് വിവിധ ആളുകൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. 70 ഗ്രാം MDMA ആണ് കൊച്ചിയിൽ നിന്ന് എത്തിച്ചത്. ഇതിൽ 25 ഗ്രാം മറ്റൊരാൾക്ക് കൈമാറിയിരുന്നു. ലഹരിയുടെ ഉപയോഗത്തിനുള്ള പരിശോധന നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്നാണ് പോയി കൊണ്ടുവന്നത്. അന്ന് കൊണ്ടുവന്നപ്പോൾ 60 ഗ്രാമോളം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. കുറച്ച് ഭാഗം വിറ്റു, ബാക്കി 34 ഗ്രാം നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരനാണ് പിടിയിലായ റസിൻ. 2 മാസത്തേക്ക് ജോലിയിൽ നിന്നും അവധിയെടുത്ത റസിൻ തൊടുപുഴയിൽ ടയർ വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു. MDMA ശൃംഖലയിലെ കണ്ണിയാണെന്ന വിവരത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ലഹരിക്കടത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. റസിനെതിരെ 10 കൊല്ലം ശിക്ഷ ലഭിക്കാവുന്ന വിവിധ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിദേശത്തുള്ള ഒരു മലയാളിയാണ് തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള MDMA ഇടപാടുകൾ ഏകോപിപ്പിക്കുന്നതെന്നാണ് വിവരം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.